പ്രിയ സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ 32-ാം ഞായറാഴ്ചയായ നവംബർ 9-ാം തീയതി കത്തോലിക്ക സഭ ലാറ്ററൻ ബസിലിക്കായുടെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നു. ഇത് റോമിലെ പാപ്പായുടെ കത്തീഡ്രലാണ്. സമസ്ത കത്തോലിക്ക സഭയുടെ ആത്മീയ അമ്മ എന്നറിയപ്പെടുന്ന ദേവാലയം ആകുന്നു. ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം താമസിക്കുന്ന ദേവാലയം വെറും കല്ലുകൊണ്ട് ഉള്ള കെട്ടിടമല്ല, ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് എന്ന സത്യമാണ്. 1-ാം വായനയിലെ എസേക്കിയേൽ പ്രവാചകൻ്റെ ദർശനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് ഒഴുകുന്ന കൃപയാണ് ലോകത്തെ പുതുക്കുന്നതും ജീവൻ പകരുന്നതും. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ദേവാലയമാകുമ്പോൾ ആ കൃപയുടെ ജലം നമ്മുടെ ജീവിതത്തിലൂടെ ഒഴുകി മറ്റുള്ളവരിലേക്കും ജീവിതം പകരും എന്നാണ്. 2-ാം വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്നു, ദൈവം വെറും ദൈവാലയത്തിൽ മാത്രമല്ല നമ്മുടെ ഉള്ളിലും താമസിക്കുന്നു. അതിനാൽ നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് ഇവയെല്ലാം ദൈവത്തിൻ്റെ വാസസ്ഥലമായി ശുദ്ധമായി സൂക്ഷിക്കണം. അശുദ്ധത, ദേഷ്യം, സ്വാർത്ഥത, അന്യായം ഇവയൊന്നും നമ്മുടെ ഉള്ളാകുന്ന ദൈവാലയത്തെ മലിനമാക്കരുത്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവാലയം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്ഥലമാണെന്നും പരിശുദ്ധമാണെന്നും ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരാധനയോടെ ശുദ്ധ ഹൃദയത്തോടെ പ്രവേശിക്കണമെന്നും ദൈവാലയത്തെ പുണ്യസ്ഥലമാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുമാണ്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവിനു വേണ്ടി നമ്മിലുള്ള പാപങ്ങളെയും ദേഷ്യത്തെയും ആസക്തിയെയും സ്വാർത്ഥതയെയും പുറത്താക്കി ഉള്ളം ശുദ്ധമാക്കി ദൈവത്തിൻ്റെ ആലയമാക്കുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.